ഒരുപാട് വർഷങ്ങൾ വീട്ടിൽ കിടന്ന് പണിയെടുത്തും ജോലിയെടുത്തും നിന്ന അമ്മമാരെ ഒരാഗ്രഹം, അവർക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം. ഞാൻ ചിന്തിച്ചപ്പം എല്ലാവർക്കും പറ്റിയൊരു ഏരിയ ഇക്ഷായോഗി സെൻറ്റർ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്ത് അമ്മൂമ്മയും ചിറ്റമാരും അമ്മയും ചിറ്റയുടെ ഇളയ മോള് അർപ്പിതയും എല്ലാവരും കൂടെ ഞങ്ങൾ ഇക്ഷായോഗി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ക്ലാസ്സുകൾക്കെല്ലാം വിരാമമിട്ട് എല്ലാവർക്കും സന്തോഷം ആണല്ലോ ഇമ്പോർട്ടൻ്റ്. സോ അവരെല്ലാവരെയും കൊണ്ട് ഒരു യാത്ര, അവർക്കും അവരുടെ എല്ലാ രീതിയിലുള്ള ഒരു 3 പേര് 4 പേരും കൂടെ ഒരുമിച്ച് ഒരു യാത്ര ഒരുപാട് വർഷങ്ങളായി കാണും. ഇവർ 4 പേരും മാത്രമായിട്ട്. അപ്പോൾ അവർക്ക് സന്തോഷം ഇങ്ങനെയുള്ള യാത്രകളാണ്. ഒരുപാട് വർഷങ്ങളായി അവർ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട്. സോ അവർക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ ഒരു യാത്ര. അങ്ങനെ ഞങ്ങൾ രാത്രിയായി ഇക്ഷായോഗി സെൻറ്ററിലെത്തി. ഞാൻ ഓൾറെഡി പോയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങളും സമയമൊക്കെ അറിയാമായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അവർക്ക് സദ്ഗുരുവിനെക്കുറിച്ച് ഇക്ഷായോഗി സെൻറ്ററിനെ കുറിച്ചോ ഒന്നും വലിയ ധാരണയില്ലായിരുന്നു. അവർക്കിതൊരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. കാരണം അവരിത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. എൻ്റെ അമ്മ പോലും ഒരാശ്രമത്തിൽ പോകുമെന്ന് മാത്രമാണ് ചിന്തിച്ചത്. പക്ഷേ അവിടെ കണ്ട കാഴ്ചകൾ അവരെ യഥാർത്ഥത്തിൽ അവർ ഇത്രയും നാളും എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാൾ വലിയൊരു സന്തോഷം, അത് എല്ലാ രീതിയിലും. പിന്നെ രാത്രി 10:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയി. ഫുഡടിച്ച് റൂമെടുത്ത് അവിടെ തന്നെ റൂം കിട്ടി. ശേഷം രാവിലെ ഞങ്ങൾ ഇക്ഷായോഗി ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. നല്ല തിരക്കാണ്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 6:30 ആയപ്പോഴേ അവിടെ എത്തി. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത് അവർക്ക് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അവർക്ക് വലിയ ഐഡിയ ഇല്ല. സോ ഈ യാത്രകളും നടപ്പും എല്ലാം പുതിയൊരനുഭവമായിരുന്നു എല്ലാവർക്കും. ധ്യാനലിംഗമൊക്കെ കണ്ട് തിരിച്ച് കാളവണ്ടിയിൽ ഞങ്ങളെല്ലാവരും കൂടെ, അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പോയത് എൻ്റെ സ്പെഷ്യൽ ഏരിയയിലോട്ടാണ്, വരിക്കാശ്ശേരി മല. ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരുപാട് സിനിമകൾ ആ സിനിമകളിലെ പ്രധാന ലൊക്കേഷനാണ്. പക്ഷേ എന്തോ വരിക്കാശ്ശേരി മല എൻ്റെ ആത്മാവിൽ അലിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്നറിയാത്ത ഞാൻ അവിടെ സത്യം പറഞ്ഞ് എൻ്റെ ഉള്ളുകൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലായിരുന്നു. ഓരോ രീതിയിലും ഞാൻ ഓരോ സിനിമകളെയാണ് ഉള്ളിൽ കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ട് വരുന്നത്. ലാലേട്ടൻ്റെ ഓരോരോ രീതികൾ, ഓരോരോ സീനുകൾ എൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ ഇമ്മേഴ്സ്ഡ് ആയിരുന്നു, മുഴുകുകയായിരുന്നു. ഓരോ ലൊക്കേഷനിലും ഓരോ ഏരിയയിലും ഞാൻ കണ്ട സിനിമയിലെ ഡയലോഗുകൾ, ആ സീന്, അതൊക്കെ ഞാൻ ഉള്ളാൽ അതിഭയങ്കരമായിട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു പരിധി കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കടിച്ച് പിടിച്ച് നിൽക്കുകയായിരുന്നു. കാരണം ആൾക്കാർ കാണുന്നുണ്ടല്ലോ. ആത്മാവിന് വേണ്ടത് മനസ്സെപ്പോഴാണോ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം മുതൽ മനസ്സിന് സന്തോഷിക്കാനുള്ളതെല്ലാം ആത്മാവ് കൊണ്ട് തരും.